ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സാധനം കേട്ടോ. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരെന്താന്ന് നമുക്ക് അമ്മോട് ചോദിച്ചോട്ടെ. ഇതിന്റെ പേരെന്താ? കൂമ്പ്. കൂമ്പ്. പക്ഷെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഇതിന്റെ പേര് പനം കിഴങ്ങ് എന്നാണ്. പാലക്കാട് കിട്ടുന്ന ഒരു സാധനം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലി പൊളിച്ചെടുക്കണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാലക്കാട് റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെക്കുന്ന സാധനം കേട്ടോ ഇത്. ബട്ട് കഴിഞ്ഞ ആഴ്ച ഞാനും അച്ഛനും കൂടി പാലക്കാട് ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഈ സംഭവം അന്വേഷിച്ചായിരുന്നു. കണ്ണിൽ മഷി ഇട്ട് നോക്കിയിട്ട് പോലും ഈ സംഭവം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഈ സംഭവം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊരു വീഡിയോ ഇട്ടിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ തൊലി ഫുള്ള് പൊളിച്ചു കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതോ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും ഇതിന്റെ ഉള്ളു കാണാനായിട്ട്. ബാക്കിയൊന്ന തൊലി ഇതാണ്. ഇനി ഇത് വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. കാരണം ഇതിന്റെ മുകളിൽ ചില സ്ഥലത്തൊക്കെ ഈ ചെളി പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കളയുക. പിന്നെ ഇതിന്റെ മുകളിലത്തെ ഭാഗം നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആ റൂട്ടുള്ള ഭാഗം. ഈ പനംകിഴങ്ങ് എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പനമ്പഴം ഇല്ലേ, അതായത് നൊങ്ക്, അത് താഴെ വീണിട്ട് കുറെ കാലത്തിന് ശേഷം അതിൽ വേര് മുളയ്ക്കും. ആ വേരാണ് ഈ സംഭവം കേട്ടോ. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അതായത് മിനറൽസും വിറ്റാമിൻസും ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടിയൊക്കെ ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ഇനി ഇത് നമുക്ക് കുക്കറിൽ ഉപ്പിട്ട് വേവിക്കാം. ഇത് കുക്കറിൽ ഫുള്ളായിട്ട് കൊള്ളില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മോൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ കുക്കറിലിട്ട് വേവിക്കാൻ പോണത്. അങ്ങനെ കുക്കറിലിട്ട് ഒരു 2 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. അതിനിടയ്ക്ക് ഇന്നത്തെ രാവിലത്തെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇന്ന് കഴിക്കാനായിട്ട് ഗോതമ്പ് റവ ഉപ്മാവാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടാട്ടോ. ഇതിൽ തേങ്ങ ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. എന്നെ പോലെ ഈ ഉപ്മാവ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ 2 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ തുറന്നു നോക്കാം കേട്ടോ. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് ബോയിൽഡ് ആയാൽ മതി. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. പിന്നെ ഇത് പൊളിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു കോല് പോലത്തെ സാധനം കേട്ടോ. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് റിമൂവ് ചെയ്തിട്ട് ബാക്കി പാർട്സ് വേണം കഴിക്കണമെങ്കിൽ. ചിലപ്പോൾ ഈ കൂമ്പ് എന്ന സാധനം അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്ര വീഡിയോ ആക്കി എടുക്കണ്ടേന്നൊക്കെ. ബട്ട് കുറേ പേർക്ക് തരില്ല. എൻ്റെ ഫ്രണ്ട്സിനടക്കം കുറേ പേർക്ക് ഈ സംഭവം എന്താണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഷെയർ ഒക്കെ ചെയ്യണേ. ടാറ്റാ ബൈ.